കാലത്ത് ഡെന്നിസ് എന്ന പേരിൽ ഒരു ചെറിയ കുട്ടി ജീവിച്ചിരുന്നു. എല്ലാവരും അവനെ വിഡ്ഢി എന്ന് വിളിക്കുമായിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടോളൂ. ഡെന്നിസ് അവന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. അവന്റെ വീട്ടിൽ കോഴി ഫാം, പച്ചക്കറിത്തോട്ടം, പിന്നെ വൈൻ നിർമ്മിക്കുന്ന ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവന്റെ അമ്മ കടയിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോ അവരുടെ മോന്റെ അടുത്ത്, നോക്കും മോനു, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. പുറത്ത് കോഴി അടയിരിക്കുകയാണ് കേട്ടോ. അതിന്റെ അടുത്തേക്ക് ആരും പോകാതെ നോക്കണം കേട്ടോ. വീടും വളരെ വൃത്തിയാക്കി വെക്കണേ. അമ്മ വിഷമിക്കണ്ടമ്മേ, ഞാൻ ഈ വീട് വളരെ നന്നായി നോക്കിക്കോളാം. അമ്മ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൻ തോട്ടം നോക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ചെന്നു. അവൻ തോട്ടത്തിൽ പോയതിനു ശേഷം അവനെ കണ്ടതും അടയിരുന്ന കോഴി പെട്ടെന്ന് തന്നെ പേടിച്ച് എഴുന്നേറ്റു. ഇത് കണ്ടതും ഡെന്നിസിന് ദേഷ്യം വന്നു. അവനൊരു വടിയെടുത്ത് ആ കോഴിയെ വിരട്ടി. നിനക്കെന്താ ബുദ്ധിയില്ലേ? വീണ്ടും ആ മുട്ടയുടെ പുറത്തേക്ക് ഇരിക്ക. ദേഷ്യപ്പെട്ട് ഡെന്നിസ് അവന്റെ കാലൊന്ന് കുടഞ്ഞു. ശരിക്കും ആ കോഴി വളരെയധികം പേടിച്ചു. ആ തോട്ടത്തിൽ നിന്ന് അപ്പോൾ തന്നെ ഓടിപ്പോയി. അതെ, നീ എന്താ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞേ? ഇനി ആരായി മുട്ടയുടെ പുറത്ത് ഇരിക്കുക? ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയേ മതിയാവൂ. അവൻ ആ മുട്ടയുടെ പുറത്തിരുന്ന് ആ മുട്ടകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. മുട്ട പൊട്ടിയത് കാരണം അവന്റെ വസ്ത്രത്തിലെല്ലാം അത് ഒട്ടിപ്പിടിച്ചു. ഡെന്നിസ് എന്താണ് പറഞ്ഞതെന്നറിയോ? എന്റെ ദൈവമേ, അമ്മ എങ്ങാനും ഇത് കണ്ടാ എന്നെ അടിച്ച് ശരിപ്പെടുത്തും. അമ്മയുടെ ദേഷ്യം മാറാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബുക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കൊടുക്കണം. പെട്ടെന്ന് പോയി അമ്മയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കട്ടെ. ഫ്രിഡ്ജിൽ നിന്നും അവൻ മീനെടുത്ത് അത് കൊണ്ടുപോയി അവൻ അത് വറുക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് മീൻ്റെ ഒപ്പം വൈനും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഞാൻ ചെയ്ത തെറ്റിന് ഇതുകൊണ്ട് മാത്രമേ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റൂ. അമ്മ ഇത് തീർച്ചയായിട്ടും കണ്ട് എന്തൊച്ചയാത്? അടുക്കളയിൽ നിന്നും കേട്ട ശബ്ദം കാരണം അവൻ ബാരലിന്റെ ടാപ്പ് അടയ്ക്കാൻ മറന്ന് അത് തുറന്ന പടി വിട്ടു തന്നെ അവൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ഏയ് കള്ള പൂച്ച, മര്യാദയ്ക്ക് മീൻ അവിടെ വെക്കൂ. അവനൊരു വടി എടുത്തുകൊണ്ട് ആ പൂച്ചയെ അടിക്കാൻ വേണ്ടി അതിന് പുറകെ കൂടി ഓടിച്ചെന്നു. ആ പൂച്ച വായിൽ മീൻ വെച്ച് എല്ലാ മുറികളിലേക്കും ഓടി നടന്നു. അവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരുന്നത് കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും താഴേക്ക് വീഴാൻ തുടങ്ങി. പൂച്ചട്ടി, പാന എല്ലാം തന്നെ താഴെ വീണ് പൊട്ടിപ്പോയി. അതിനുശേഷം പൂച്ച ആ മീൻ താഴത്തേക്ക് ഇട്ടു. അതിനുശേഷം ജനലിൽ കൂടി അത് പുറത്തേക്ക് ചാടിപ്പോയി. ഡെന്നിസ് മീൻ വറുത്തത് ടേബിളിൽ വെച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഓക്കെ, ഞാനിപ്പോ പോയി വൈൻ എടുത്തോണ്ട് വരാം. എന്റെ ദൈവമേ, ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യും? ഇനി എന്താ ചെയ്യാ? ഇനി മണ്ണ് പോയി എടുത്തോണ്ട് വന്ന് അത് ഇതിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കണം. അല്ലെങ്കിൽ ഇത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷെ അതിന് ഒരുപാട് അധ്വാനിക്കേണ്ടി വരുമല്ലോ. വേറെ എന്തെങ്കിലും ഉപായം ആലോചിച്ചാലോ? എന്ത് ചെയ്യാം? ഓ, ഉപായം കിട്ടി. ഡെന്നിസ് ടേബിളിന്റെ പുറത്തുണ്ടായിരുന്ന പൊടിയുടെ പാക്കറ്റ് എടുത്ത് വൈൻ വീണ് കിടന്നെടുത്ത് ആ പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ച് അവൻ ഇട്ടു. അടിപൊളി, ഈ മാവെല്ലാം ഈ വൈൻ വലിച്ചെടുക്കും. ഇനി ഞാൻ ഇവിടെ വൃത്തിയാക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് ഒരുപാട് ബുദ്ധിയുണ്ടല്ലേ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ഒരു പാക്കറ്റ് അല്ല, അവിടെ ഉണ്ടായിരുന്ന 5 പാക്കറ്റ് പൊടികളും അതിലേക്ക് കൊട്ടിയിട്ടു. അവസാനം ആ പൊടിയെല്ലാം വൈനുമായി ചേർന്ന് അവിടെ ആകെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി. അവൻ അതിന്റെ മുകളിൽ കൂടി നടന്നപ്പോൾ ആ പേസ്റ്റ് എല്ലാം അവന്റെ ഷൂവിൽ ഒട്ടിപ്പിടിച്ചു. മഗ് എടുക്കാൻ വേണ്ടി ഡെന്നിസ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അതെടുത്തിട്ട് അവൻ തിരിഞ്ഞപ്പോൾ അവന്റെ ഷൂവിൽ പറ്റിപ്പിടിച്ചിരുന്ന മാവെല്ലാം അവിടെ ആകെ നാശമായിരുന്നു. ഇനി അമ്മയുടെ അടുത്ത് ഞാൻ എന്ത് പറയും? എനിക്ക് അറിയില്ലല്ലോ. അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് ശിക്ഷ ലഭിക്കും. അവന്റെ അമ്മ അവനെ വഴക്കു പറയുമെന്നോർത്ത് അവൻ വളരെയധികം പേടിച്ചു. ഇനി എന്റെ അടുത്ത് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് നിന്ന് ഒളിച്ചിരിക്കാം. എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് എന്നെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റൂ. അതിനുശേഷം അവൻ ഇതാണ് ചെയ്തത്. 1 മണിക്കൂറിന് ശേഷം അവന്റെ അമ്മ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അലങ്കോലമായി കിടക്കുന്ന ഫർണിച്ചേഴ്സും പൊട്ടിക്കിടക്കുന്ന പാത്രങ്ങളും കണ്ട് അവർ ആകെ വിഷമത്തിലായി. കൂടാതെ അവർക്ക് വളരെയധികം ദേഷ്യവും വന്നു. ഡെന്നിസ്, നീ എന്താണ് ഈ വീട് മുഴുവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ എവിടെയാണോ? പറയൂ.
പക്ഷെ അവർക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല. ഓവന്റെ അടുത്ത് അവന്റെ കാലുകളുടെ പാടുകൾ അവർ അത് ശ്രദ്ധിച്ചു. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നീ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല ഡെന്നിസ്. മര്യാദയ്ക്ക് നീ പുറത്തേക്ക് വരൂ. എനിക്ക് നിന്നോട് ഇപ്പോൾ വളരെ ദേഷ്യമുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നീ ഒരു നല്ല പാഠം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് നിനക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിനക്ക് എന്തുകൊണ്ട് ഇവിടെയുള്ള തുണി കൊണ്ടുപോയി മാർക്കറ്റിൽ ചെന്ന് നല്ലൊരു വിലയ്ക്ക് വിറ്റുകൂടാ? അവൻ പുറത്തേക്ക് വന്ന് അവൻ ചെയ്ത തെറ്റുകൾക്ക് അമ്മയോട് ക്ഷമ ചോദിച്ച് ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. അവന്റെ അമ്മ വളരെ ദേഷ്യത്തോടുകൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന തുണി അവന്റെ അടുത്തേക്ക് നൽകി. നീ ഇത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അമ്മ തീർച്ചയായിട്ടും ഞാനിത് നോക്കിക്കോളാം. ഡെന്നിസ് ആ തുണിയുമായി മാർക്കറ്റിലേക്ക് ചെന്ന് അതവൻ വിൽക്കാൻ ശ്രമിച്ചു. തുണി, ഈ മനോഹരമായ തുണി ആർക്കെങ്കിലും വേണോ? ഇത് എത്തരത്തിലുള്ള തുണിയാണ് മോനെ? ഇത് സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡ് ആണോ? അതല്ല, ഇതിന്റെ വില എന്താണെന്ന് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആളുടെ അടുത്ത് എനിക്ക് തുണി വിൽക്കാൻ പറ്റില്ല. അതിനുശേഷം ആ സ്ത്രീ അവിടെ നിന്നും മടങ്ങിപ്പോയി. അവനൊരു സ്റ്റാച്ചുവിന്റെ അടുത്ത് ചെന്ന് നിന്നു. ആ സ്റ്റാച്ചുവിന്റെ അടുത്ത് അവൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അതെ സാറേ, നിങ്ങൾക്ക് ഈ തുണി വാങ്ങാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വെച്ചോളാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇത് വെച്ചോളൂ. അവൻ ആ തുണി സ്റ്റാച്ചുവിന്റെ അടുത്ത് വെച്ച് അവൻ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോയി. അമ്മ, ആ തുണിയെ ഞാൻ നല്ലൊരു ജെന്റിൽമാന്റെ അടുത്ത് വിറ്റിട്ട് വന്നല്ലോ. അയാള് നിനക്ക് എത്ര രൂപയാണ് നൽകിയത്? ഞാൻ അയാളുടെ അടുത്ത് പൈസ ചോദിക്കാൻ മറന്നല്ലോ. വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോയി അയാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചോണ്ട് വരാം. വീണ്ടും അവൻ സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവിടെ ആ തുണി ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് തുണി കൊണ്ടുപോയോ? ശരി, അതൊക്കെ ഇരിക്കട്ടെ, പൈസ തരാമോ? തീർച്ചയായിട്ടും പ്രതിമ റിപ്ലൈ ചെയ്യില്ലല്ലോ. സാറേ, എനിക്ക് പൈസ വേണം. വീണ്ടും പ്രതിമ പ്രതികരിച്ചേയില്ല. പ്രതികരിക്കാത്തത് കൊണ്ട് ഡെന്നിസിന് ദേഷ്യം എന്ന് ഒരു വടിയെടുത്ത് ആ സ്റ്റാച്ചുവിനെ അവൻ അടിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ സ്റ്റാച്ചു പൊട്ടി താഴത്തേക്ക് വീണു. സ്റ്റാച്ചുവിന്റെ തല താഴത്തേക്ക് വീണപ്പോൾ അതിൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണ നാണയങ്ങൾ കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം വന്നു. ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ട് സ്റ്റാച്ചുവിന്റെ തല വീണ്ടും അതിൽ വെച്ച് അവൻ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. അമ്മേ, നോക്കൂ. എന്താ ഇത്? ആരാണ് നിനക്ക് ഇതിന് മാത്രം പൈസ തന്നത്? ഒരു നല്ല ജെന്റിൽമാനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. പക്ഷെ ഈ പൈസ അദ്ദേഹം എവിടെയാണ് വെച്ചതെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ തലയിൽ. ഡെന്നിസ്, ഇത് നോക്ക്. നീ കോഴി എവിടെയോ കളഞ്ഞു. മുട്ടകളെല്ലാം പൊട്ടിച്ചു. വൈനെല്ലാം വേസ്റ്റ് ചെയ്തിട്ട് 5 പാക്കറ്റിലുണ്ടായിരുന്ന പൊടികളും കളഞ്ഞു. പ്ലേറ്റ് എല്ലാം താഴെയിട്ട് പൊട്ടിച്ചു. ബോട്ടിലുകൾ നശിപ്പിച്ചു. വേസസും പൊട്ടിച്ചു കളഞ്ഞു. നീ ഒരുപാട് തെറ്റ് ചെയ്തു. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകൂ. കയ്യില് ചൂലും കെട്ടുമായി അവന്റെ അമ്മ അവനെ ഓടിച്ചിട്ടു. ഇന്ന് രാത്രി വരെ എനിക്ക് നിന്നെ കാണാൻ പാടില്ല. മര്യാദയ്ക്ക് എന്റെ കൺമുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഡെന്നിസ് അവന്റെ വീട്ടിൽ നിന്നും പോയി. അവൻ അവിടെ നിന്നിരുന്ന ആളുകളുടെ അടുത്ത് അവന്റെ അടുത്തുള്ള സ്വർണ്ണ നാണയങ്ങൾ കാണിച്ചു. ഈ കാര്യം മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് എത്തി. അവനെ കാണാൻ അവർ അങ്ങോട്ട് ചെന്നു. നിനക്ക് ഈ കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറ മോനെ. ഒരു ജെന്റിൽമാന്റെ അടുത്ത് ഞാൻ റെഡ് ക്ലോത്ത് വിറ്റു. അതിന് പകരമാണ് അയാൾ എനിക്ക് പൈസ തന്നത്. ആരാ ജെന്റിൽമാൻ? ജാസ്മിൻ റോഡിൽ അനങ്ങാതെ ഒരാൾ നിൽക്കില്ലേ, എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതെ? അദ്ദേഹമാണ്. പക്ഷേ അതൊരു സ്റ്റാച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ പേരൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം മിസ്റ്റർ സ്റ്റാച്ചു ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാശ് തലയിലാ ഉണ്ടായിരുന്നത്. വളരെ അത്ഭുതത്തോടു കൂടി അവർ തമ്മിൽ നോക്കി. അത് ശരി. ഡെന്നിസ്, ഈ പൈസ നീ എപ്പോഴാണ് എടുത്തത്? എപ്പോഴാണ് ബിസിനസ് തുടങ്ങിയെന്ന് പറയൂ. അത് കോഴി വീട്ടിൽ നിന്നും പോയതിന്റെ അന്നാ പണിഷ്മെന്റിന് വേണ്ടി ഈ ബിസിനസ് ഞാൻ തുടങ്ങിയത്. വീണ്ടും വളരെ അത്ഭുതത്തോടു കൂടി അവർ തമ്മിൽ നോക്കി നിന്നു. തീർച്ചയായിട്ടും ഡെന്നിസ് ഒരു വിഡ്ഢിയാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിനക്ക് വീട്ടിൽ പോവാം. നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനുശേഷം അവൻ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയുമായി സന്തോഷമായി ജീവിച്ചു വന്നു. അവൻ ആള് വിഡ്ഢിയൊക്കെ തന്നെ, പക്ഷെ അവൻ ഒരിക്കലും ആരെയും വേദനിപ്പിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ആരെയും വേദനിപ്പിക്കരുത്.